നമസ്കാരം. ബാലയാണ്. നിയമപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആസ്പത്രിയിലോ എല്ലാം പോകുന്നുണ്ട്. ഒറ്റ ഒരു കാര്യം ഞാൻ പറയാണ്. എൻ്റെ ജീവിതത്തിൽ എലിസബത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ തമ്മിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഒരാൾക്കും മനസ്സിലാവില്ല. എലിസബത്ത് ഒരു ഡോക്ടറെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ 2 ചേട്ടന്മാരും ഡോക്ടേഴ്സാണ്. ഡാനി, ക്രിസ്റ്റഫർ. പിന്നെ അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ്, പ്രൊഫസേഴ്സാണ്. ഉദയൻ സാർ. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എലിസബത്തിൻ്റെ അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് യാരോടും എനിക്ക് തർക്കമില്ല. ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എലിസബത്തിക്ക് എന്താ വേണ്ടത്? മെഡിക്കൽ അറ്റൻഷൻ, നോട്ട് മീഡിയ അറ്റൻഷൻ. ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ്. എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ഇപ്പോൾ മീഡിയയിലെ കൊണ്ടുവന്ന് ഒരു ഡിപ്രഷനിലുള്ള ഡോക്ടറായിക്കോട്ടെ, ഓക്കെ, മരുന്ന് കഴിക്കുന്ന ഒരാൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ ഇതൊന്നും ഒരു എൻ്റെ മനസ്സാക്ഷിക്ക് ഇത് തെറ്റെന്ന് തോന്നുന്നു. ഷീ നീഡ്സ് മെഡിക്കൽ അറ്റൻഷൻ. ഞാൻ ഓരോ വാക്കും സൂക്ഷിച്ച പറയുന്നത്. ഇത് ഞാൻ സ്നേഹിച്ച പെണ്ണ് എലിസബത്തിക്ക് വേണ്ടി ചിലപ്പോൾ ഒന്ന് വിചാരിക്കുക, എലിസബത്തിൻ്റെ ഫാമിലിയിൽ ഞാനൊരു ഭാഗമായതെങ്കിൽ, ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ട് ക്രിസ്റ്റഫറോ ഡാനിയോ പഠിച്ച 2 അച്ഛനമ്മോ ഇത് ചെയ്യാതെ? എല്ലാവർക്കും അറിയാമല്ലേ ഈ കാര്യം. ഞാൻ പറ്റിക്കാണോ? റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനും കോക്കിലാവും നന്നായിട്ട് ജീവിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയാം. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ലാസ്റ്റ് വീഡിയോ. എലിസബത്തെ കുറിച്ച് എനിക്ക് ഇനി സംസാരിക്കാൻ പറ്റില്ല. എനിക്കുള്ള ഒരു കൺസേൺ പോലും നിങ്ങൾക്കില്ലേ? എനിക്കുള്ള കൺസേൺ നിങ്ങൾക്കില്ലേ? ആയിക്കോട്ടെ, ഇത് ഞാൻ കുറ്റപ്പെടുത്തുന്നത് വേണ്ടി മെഡിക്കലി എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും പഠിച്ച ഒരുത്തരാണ്. എല്ലാവരും പഠിച്ചവരാണ്. പിന്നെ യൂട്യൂബേഴ്സ് കുറിച്ച് ഞാൻ പറയുന്നു. കേസ് കുറിച്ച് പറയുന്നു. 100% ഡിഫമേഷൻ വരും. നിയമം എന്താണ് മുഴുവൻ നിങ്ങൾ പഠിച്ചില്ല. ഞാൻ ഈ 3 ദിവസം ഐ സ്പെൻഡ് മൈ ടൈം, ഐ സ്പെൻഡ് മൈ ഹെൽത്ത്, എന്നോട് സ്ട്രെസ് എല്ലാ കാര്യം ഞാനും എൻ്റെ വൈഫും. എത്ര നിയമങ്ങൾ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് യൂട്യൂബേഴ്സ് എടുത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പേരെടുത്ത് പറഞ്ഞാൽ വേണമെങ്കിൽ നോൺ ബെയിലബിൾ കേസ് ആൾറെഡി എന്താ പറയുക, പേര് പറയണ്ടല്ലേ, വേണ്ട. ഡിഫമേഷൻ ഡെഫിനറ്റ്ലി വരും. എന്നെയും എൻ്റെ കുടുംബത്തെയും തെറി വിളിച്ചിട്ട് നിങ്ങൾ കുറേ പൈസ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ലക്ഷം 3 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിഫമേഷനിൽ എനിക്ക് തരേണ്ടത് അമൗണ്ട് എന്താണെന്ന് ഒരു നല്ല ലോയർ എടുത്ത് ചോദിക്കുക. നിർത്തുക, ഈ ടോപ്പിക് നിർത്തുക. ഞാനും കോക്കിലാവും ഒരു വഴക്കിലും ഇല്ല. ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ലിവർ പേഷ്യൻ്റ് ആയിരുന്നു. ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത്. എനിക്ക് ആരും ലിവർ ഇതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലെ ഉണ്ടാവും. ഇന്ന് തൊട്ട് എലിസബത്തെ കുറിച്ച് ഒരു വീഡിയോ ഞാനോ കോക്കിലാവോ ഇടില്ല. കാരണം അവളോട് ഒരു സമയത്ത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇല്ലെന്നും പറയില്ല. ഷീ ട്രീറ്റഡ് മീ വെൻ ഐ വാസ് എ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻ്റായിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്.
ബാക്കിയുള്ളവരെല്ലാവരും മുതലെടുക്കുക. ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവരും കാശ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ സെറ്റിൽമെൻറ്റ് പറയുന്നു, വേണ്ട, ഞാനും എൻ്റെ കുടുംബവും മനസ്സമാധാനമായിട്ട് ജീവിക്കണം. ക്ലിയർ കട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ എലിസബത്ത് പറയുന്നതോ, ചെകുത്താൻ പറയുന്നതോ, മൂപ്പൻ പറയുന്നതോ, പിന്നെ ലൈഫ് ഓഫ് അനന്ത് പറയുന്നതോ, വിവി പറയുന്നതോ, സാത്താൻ പറയുന്നതോ, ഷബീന ബീവി പറയുന്നതോ, ഇതെല്ലാം എടുത്തെടുത്ത് ആർഗ്യൂ ചെയ്താൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട്, നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിച്ചോട്ടെ. അതാണ് നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. കാരണം ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ട് റോങ് മെസ്സേജൊക്കെ ഇട്ടിട്ട് ഇല്ലപ്പാ, അത് തിരിച്ച് കർമ്മ അടിക്കും. ഇപ്പോൾ തന്നെ നോക്ക്, ഡെഫിനറ്റ്ലി എല്ലാ യൂട്യൂബേഴ്സും നിയമം മാറിപ്പോയി. നിങ്ങൾക്കത് അറിയില്ല. ഇപ്പോഴും നല്ല മനസ്സുകൊണ്ട് പറയാണ്, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്ക്. ഞാനും കോക്കിലാവും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഞങ്ങളെ വിട്ടേക്ക്. അത് ആരായാലും ശരി, എലിസബത്ത് ആയാലും ശരി, ആരായാലും ശരി, ചെകുത്താനായാലും ശരി, യൂട്യൂബേഴ്സ് എല്ലാവരും ചേർന്ന് ചെയ്യുകയാണെങ്കിലും ശരി, ഇത്രയും പേര് ഞാൻ പറഞ്ഞു, ഞങ്ങളെ വിട്ടിട്ട് നിങ്ങളെ കുടുംബം നോക്കി നിങ്ങൾ അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കി നോക്ക്. കേട്ടോ? റേപ്പെന്ന് പറയരുത്, ரொம்ப തപ്പ്. മനസ്സ് ഭയങ്കര സങ്കടമായിട്ട് ഇതോടെ നിർത്തിക്കൊള്ളണം, അല്ലെങ്കിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമാണോ? ഭയങ്കര ഹാപ്പിയായിരിക്കുന്ന ഒരു തരുണമാണ് ഈ വീഡിയോ എടുക്കുന്നത്. കോക്കില തന്നെയാണ്. ഒന്നുമില്ല, നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം നമ്മൾ മിണ്ടിയില്ല. എല്ലാവരും നന്നായിരിക്കട്ടെ. നമുക്ക് ദ്രോഹം ചെയ്താലും എല്ലാവരും നന്നായിരിക്കട്ടെ. അതാണ് നമ്മുടെ ആവശ്യം. എത്ര കേസുകൾ ബാക്ക് ടു ബാക്ക്, എത്ര കേസുകളൊക്കെ നമുക്ക് ഇട്ടു, നോ പ്രോബ്ലം. ആവശ്യം പറഞ്ഞാൽ നമുക്ക് തിരുക്കാനുള്ള കാര്യങ്ങളല്ലേ. ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു ഒരു കാര്യം, അന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ ഇറ്റ്സ് എ മാസ് അറ്റാക്ക്, കാശിന് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഒരു 3-ാം തീയതി 4-ാം തീയതി ഒരു കാര്യം ഞാൻ കണ്ടപ്പോൾ തകർന്നു പോയി. ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല. അവരും കൂടെ കാശിന് വേണ്ടി, എൻ്റെ വാക്കുകൾ ശരിയായിരുന്നു, എൻ്റെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് ശരിയായിരുന്നു. പക്ഷെ ആരെയും അന്ത റിപ്പോർട്ട് എടുത്ത് കാണിച്ച് കുറ്റപ്പെടുത്താൻ ഞാനില്ല. വിശേഷങ്ങളുണ്ട്, അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുമോ, ഞാനും കോക്കിലാവും ഉള്ള വിശേഷം കോൺസെൻട്രേറ്റ് ചെയ്യുമോ, ഇങ്ങനെ അടുത്തവൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്താണെന്നറിയോ, നമ്മൾ ഉണ്ടാക്കണം, കഷ്ടപ്പെടണം, വിയർപ്പ് ഉണ്ടാവണം. അങ്ങനെ കാശ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മളെല്ലാവരെയും സഹായിക്കാൻ. അല്ലാണ്ട് അടുത്തവരുടെ സ്വത്ത് അയ്യോ അത് ரொம்ப പാവം, ഒരിക്കലും ചെയ്യരുത്. അന്ത റിപ്പോർട്ട് ഞാൻ എല്ലാവരും നന്നായിരിക്കട്ടെ. താങ്ക് യു.